കേവല ഭൂരിപക്ഷം BJPക്ക് ഒറ്റയ്ക്ക് നേടാനായിട്ടില്ല. ജനങ്ങളെ കുറേ കബളിപ്പിക്കാനായിട്ട് ഒരു വിഭാഗത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു ഒരു കാര്യം. അങ്ങനെ ഒരു നിസ്സംഗഭാവം അല്ലെങ്കിൽ അലസത കൊണ്ട് കുറേ വോട്ട് BJPക്ക് കിട്ടേണ്ടത് പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മോഡി ഗ്യാരണ്ടി എന്നത് ഇത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹം തന്നെ പറയുന്നത് അത്ര ഉചിതമായില്ല എന്നൊരു തോന്നലുണ്ട്. അല്ല, ന്യൂനപക്ഷങ്ങളിൽ ഇപ്പോൾ മുസ്ലിംസിലും കുറച്ച് വളരെ ചെറിയൊരു വിഭാഗം BJPയുടെ കൂടെ വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഒരു 2 മാസം മുന്നേ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ ജയിച്ചു പോയാന്. ഇത്രയധികം നേട്ടങ്ങളുണ്ടായി. എന്നിരുന്നാൽ പോലും ഇനിയൊരു മാറ്റം BJP സംസ്ഥാന നേതൃത്വത്തിന് ആവശ്യമുണ്ടോ? അതിനൊക്കെ ഒരു പഠനം നടത്തുകയാണെങ്കിൽ മനസ്സിലാകും തീർച്ചയായിട്ടും എവിടെയാണ് ആ പ്രശ്നം കിടക്കുന്നത്, ആ പ്രശ്നം എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന്. നമസ്കാരം. സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ഇൻ്റർവ്യൂവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത് മുൻ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ TP സെൻകുമാറാണ്. വെൽക്കം സർ, വെൽക്കം ടു ഇൻ്റർവ്യൂ. നമസ്കാരം. രാഷ്ട്രീയമാണ് വിഷയം, പക്ഷേ ആദ്യം കുറച്ച് സ്വകാര്യം പറയാമെന്ന് കരുതുന്നു. ശരിക്കും സാറിനെ ഇപ്പോൾ പൊതുവേദികളിലൊന്നും കാണുന്നില്ല. അങ്ങനെ എന്താണ്, പുറത്തോട്ടൊന്നും ഇപ്പോൾ പോകാറില്ല? ഞാൻ പൊതുവേദികളിൽ ബിക്കോസ് ചില കാര്യങ്ങൾ കൊണ്ട് കുറച്ചൊന്ന് ഒഴിവാക്കുന്നതാണ്. കുറേയധികം പേര് വിളിക്കുന്നുണ്ട്, ഞാൻ അപൂർവമായിട്ട് സമ്മതിക്കുന്നുള്ളൂ. അങ്ങനെ കുറച്ച് സ്വയം റെസ്ട്രിക്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് തൽക്കാലത്തേക്ക്. അങ്ങനെ മതി എന്നുള്ളൊരു കാരണം കൊണ്ടുണ്ട്. അത് സ്വന്തമായിട്ടുള്ള കുറേ വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ്. പുസ്തകത്തിൻ്റെ എന്തെങ്കിലും പുതിയ വർക്ക് എന്തെങ്കിലും ഉണ്ടോ? നേരത്തെ ഒരു പുസ്തകം വന്നിരുന്നു, ഇനി പുതിയൊരു പുസ്തകം? അടുത്തൊരു പുസ്തകം കംപ്ലീറ്റ് തയ്യാറായി കിടക്കുകയാണ്. DC ബുക്സിൽ ഇരിക്കുകയാണ്. ഉടൻ പ്രസിദ്ധീകരണം അവരോട് പറഞ്ഞിട്ടുണ്ട് അത്. കാരണം അത് 2020 ശരിയായതാണ്. ഇപ്പോൾ 4 വർഷം കഴിഞ്ഞു. അപ്പോൾ അത് രണ്ടാമത് അവരതൊന്ന് നോക്കുന്നതാണെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. ഇനി അവരൊന്നും കൂടി വിളിച്ചത് ശരിയാക്കണം. ഈ ആദ്യത്തെ പുസ്തകത്തിൽ കുറേയധികം വെളിപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിരുന്നു. ഇക്കുറി എന്താണ്, എന്തെങ്കിലും പുതിയ ഞെട്ടിക്കുന്ന എന്തെങ്കിലും സംഗതികൾ പ്രതീക്ഷിക്കാമോ? ഉണ്ടായ കുറേ സംഭവങ്ങളുടെ കാര്യങ്ങളാണ്, കുറച്ച് സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പൊളിറ്റിക്സ് വരുന്നുണ്ടോ അതിലേക്ക്? അല്ല, പൊളിറ്റിക്സ് അതിൽ കുറച്ചേ ഉള്ളൂ, വന്നു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. കൂടുതലും സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ളത്. നമുക്കിനി രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3 വർഷം മുന്നേ ഇതേ ഇടത്ത് വെച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അന്ന് സാർ പറഞ്ഞൊരു കാര്യം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ രാജ്യസഭയിൽ NDA സർക്കാർ ഭൂരിപക്ഷം ഉണ്ടാവും അവർക്ക്. പക്ഷേ നമ്മൾ കാലങ്ങൾക്കിപ്പുറം നോക്കുമ്പോൾ ഇന്നിപ്പോൾ ലോക്സഭയിലേക്ക് നരേന്ദ്രമോദി സർക്കാരിൻ്റെ 3.0 യാഥാർത്ഥ്യമായി. പക്ഷേ കേവല ഭൂരിപക്ഷം BJPക്ക് ഒറ്റയ്ക്ക് നേടാനായിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നിട്ടുള്ളത്? എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ടും ഒരു 5 സ്റ്റേറ്റുകളിൽ സംഭവിച്ച അപ്രതീക്ഷിതമായിട്ട് ഉണ്ടായിട്ടുള്ള കുറവാണ്, സീറ്റുകളുടെ കുറവ്. അതിന് എനിക്ക് തോന്നുന്നു വിവിധ കാരണങ്ങളുണ്ട്. അത് BJPയുടെ ഭാഗത്തു നിന്നുള്ള കാരണങ്ങളുണ്ട്, BJPയുടെ അല്ലാത്ത കാരണങ്ങളുണ്ട്. ഒന്ന് എനിക്ക് തോന്നുന്നത് കാര്യമായിട്ട്, അതായത് BJP 400 സീറ്റ് നേടി അധികാരത്തിൽ വരികയാണെങ്കിൽ SC ST OBC റിസർവേഷനെല്ലാം എടുത്ത് കളയുന്ന വലിയൊരു പ്രചാരം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് UPയിലൊക്കെ. അതിന് ഇവർക്ക് കൗണ്ടർ ചെയ്യാനായിട്ട് സാധിച്ചില്ല. എനിക്ക് തോന്നുന്നത് ഈ ഹിന്ദി ബെൽറ്റിലാണല്ലോ മിക്കവാറും, മഹാരാഷ്ട്ര ഒഴികെ നോക്കിയാൽ മിക്കവാറും സീറ്റുകൾ പോയ സ്ഥലങ്ങൾ. രാജസ്ഥാൻ, UP ഇതുപോലുള്ള സ്ഥലങ്ങളിലാണ് വിചാരിച്ച നേട്ടം കിട്ടാതെ പോയത്. അല്ലെങ്കിൽ നേട്ടം ഉണ്ടായിരുന്ന സീറ്റുകൾ പോലും ഇല്ലാതെ പോയത്. ഉണ്ടായിരുന്ന സീറ്റുകൾ നിലനിർത്തുകയാണെങ്കിൽ പോലും അത് അവർക്ക് സാധ്യമായിരുന്നു. അതൊരു കാര്യമാണ്. പിന്നീട് ഈ 1 ലക്ഷം രൂപ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു സ്കീമിനെ പറ്റി വളരെ വ്യാപകമായിട്ട് പ്രചരണം നടത്തുകയും അതിനെപ്പറ്റി പേപ്പറുകളെല്ലാം സർക്കുലേറ്റ് ചെയ്യുകയും എല്ലാം ഇന്ത്യ മുന്നണി, കോൺഗ്രസ് പ്രത്യേകിച്ച്. അപ്പോൾ അതിലും കുറേ ആൾക്കാർ വീണുപോയിട്ടുണ്ട്. ഫേക്കായിരുന്നു. അതായത് അങ്ങനെ കൊടുക്കുന്നും പറഞ്ഞ് കാർഡ് വാങ്ങിച്ച് ഒപ്പ് ഡീറ്റെയിൽസ് വാങ്ങിച്ച് അതാണ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം കുറേ അധികം പേര് അവരുടെ ബാങ്കിൽ മാത്രമല്ല അവരുടെ PCC ഓഫീസിലെല്ലാം വന്ന് സ്ത്രീകൾ ബഹളം വെച്ചത്, അവർക്ക് പൈസ വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഏത് വിധേനയും ആയാലും ജനങ്ങളെ കുറേ കബളിപ്പിക്കാനായിട്ട് ഒരു വിഭാഗത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നത്, ഒന്ന് ഈ മോഡി ഗ്യാരണ്ടി എന്നത് ഇത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹം തന്നെ പറയുന്നത് അത്ര ഉചിതമായില്ല എന്നൊരു തോന്നലുണ്ട്. അതായത് ഇത് സെൽഫ്
അതെ അതെ. ഓക്കെ. അപ്പം അതായത് അത് അദ്ദേഹം പറഞ്ഞതിന് പകരം ബി ജെ പി, എന്നാൽ അതല്ലേ അദ്ദേഹം പറയുമ്പോൾ ബി ജെ പി ഗ്യാരണ്ടിയിൽ നിന്നോ അല്ലെങ്കിൽ എൻ ഡി എ ഗ്യാരണ്ടി എന്നോ പറയുകയും ബാക്കിയുള്ളവർ പറയുന്ന സമയത്ത് മോഡി ഗ്യാരണ്ടി എന്ന് പറയുകയും ചെയ്യായിരുന്നു ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. അതൊരു ഒരുപക്ഷെ നെഗറ്റീവ് ഫാക്ടർ ഒരു ആയിരിക്കാം. നെഗറ്റീവ് ഫാക്ടർ ആയിരിക്കാം. ജനങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലെല്ലാം ഒരു സെൽഫ് എന്നുള്ള ഒരു ഇതിലേക്ക് വരുന്ന ഒരു നെഗറ്റീവ് ഫാക്ടർ ആയില്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട്. മനസ്സിലായി. ഏതായാലും അപ്പം അത്ര സ്ഥലത്ത് എനിക്ക് തോന്നുന്നു അത് സ്ഥായിയായിട്ടുള്ളൊരു പോക്കല്ല. കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന കുറേ വലിയൊരു വിഭാഗമാണ് മാറി വോട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് യു പിയിലൊക്കെ ഇത്രയും ഭീമമായിട്ട് അവർക്ക് സീറ്റ് നഷ്ടമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് എനിക്ക് തോന്നുന്നു ഈ 5 വർഷത്തേക്ക് മാത്രം, ഈ 5 വർഷം ഇപ്പം തന്നെ 1 വർഷം കൊണ്ട് ഇപ്പം അതിനിടയ്ക്ക് ഇനി സംസ്ഥാന തിരഞ്ഞെടുപ്പുകളെല്ലാം വരാനിരിക്കുകയാണല്ലോ. അത് വരുമ്പോഴേക്കൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എന്ന ആ ഒരു സമീപനം ചിലയിടത്തും ഉണ്ടായിരുന്നില്ലേ എന്ന് നമുക്ക് സംശയിക്കണം. ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന്. കാരണം ഇതെല്ലാം നമ്മുടെ പോക്കറ്റിലാണ്. അവിടെ എല്ലാം രാമജന്മഭൂമിയും എല്ലാം കൂടി ആയി കഴിഞ്ഞുകൊണ്ട് ഇനി ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കണം അവർക്ക് അത്ര സീറ്റുകൾ കുറഞ്ഞു പോയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷത്തിന് യാതൊരു പ്രശ്നവും ഇല്ലാത്ത വിധത്തിൽ തന്നെ പോകേണ്ടതായിരുന്നു അവർക്ക്. ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ എനിഹോ അവർ ഗവൺമെൻറ് ഫോം ചെയ്തിരിക്കുകയാണ്. ഇത് 5 വർഷം പൂർത്തിയാക്കുമെന്നുള്ളൊരു വിശ്വാസം താങ്കൾക്കുണ്ടോ? തീർച്ചയായിട്ടും. ഉറപ്പായിട്ടും. വേറെ കൂടെയുള്ളവരെയൊന്നും വിശ്വസിക്കാതിരിക്കേണ്ട സാഹചര്യമൊന്നും നിലവിലില്ല. അങ്ങനെയൊന്നും നിലവിലില്ല. ഓക്കെ. ഇപ്പോൾ രാജ്യസഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനിയും അതൊരു കടമ്പ തന്നെയല്ലേ ശരിക്കും അവിടെ ഭൂരിപക്ഷം ഉണ്ടാവുക എന്ന് പറയുന്നത്? രാജ്യസഭയിൽ ഇത് ബാധിക്കില്ലല്ലോ. രാജ്യസഭയിൽ ഇപ്പം ആക്ച്വലി ബെറ്ററാണ്. സംസ്ഥാനങ്ങളുടെ നിലയാണ് അവിടെ. സംസ്ഥാനങ്ങളുടെ നിലയാണ്. ഇപ്പോൾ ഒറീസ കിട്ടി, ആന്ധ്രാപ്രദേശിൽ സഖ്യകക്ഷികളോടൊപ്പം വന്നു. അങ്ങനെ പലതും നോക്കുന്ന സമയത്ത് ബെറ്ററായിട്ട് വന്നിരിക്കുകയാണ്. മനസ്സിലായി. ഓക്കെ. ഈ തെക്കേ ഇന്ത്യ പിടിക്കാനായിട്ട് ബി ജെ പി കുറേയധികം സ്ട്രാറ്റജി കുറേയധികം നാളുകളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിലേറെക്കുറെ വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം പലയിടങ്ങളിലും. തെക്കേ ഇന്ത്യയിലെ ബി ജെ പിയുടെ ഒരു വേരോട്ടത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതായത് തെക്കേ ഇന്ത്യയിലെ ജനങ്ങളുടെ ഇടയിൽ കുറേയധികം അറിവ് പകർന്നു നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ കേരളം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ, ഈവൻ തമിഴ്നാട്ടിൽ പോലും സീറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും തമിഴ്നാട്ടിൽ പോലും സബ്സ്റ്റാൻഷ്യലായിട്ടുള്ളൊരു ജനവിഭാഗത്തിൻ്റെ ഇടയിൽ ഈ പറയുന്ന രീതിയിൽ ബി ജെ പി എന്താണെന്നും ഈ ബി ജെ പി വന്നില്ലെങ്കിലുള്ള അപകടം എന്താണെന്നും മറ്റുള്ളവർ ആക്ച്വലി എന്താണ് അവരുടെ ഭരണം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും അതുകൊണ്ട് രാഷ്ട്രത്തിനുണ്ടാകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണെന്നും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് കുറേയൊക്കെ സാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് എനിക്ക് തോന്നുന്നു അത് വാസ്തവത്തിൽ ദക്ഷിണേന്ത്യയിൽ കൊടുത്ത അറ്റൻഷൻ ഉത്തരേന്ത്യയിൽ കൊടുക്കുകയായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് തന്നെ കുറേ കൂടി വ്യത്യസ്തമായിരുന്നേനെ. അതിനി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ദക്ഷിണേന്ത്യയിൽ തീർച്ചയായിട്ടും നല്ലൊരു രീതിയിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നു. തെലുങ്കാനയിൽ 8 സീറ്റ് കിട്ടി. അതുപോലെ ആന്ധ്രയിൽ ഒരു നല്ല സഖ്യകക്ഷിയുടെ കൂടെ ഭരണത്തിലും അതുപോലെ പാർലമെൻറ്റിലും സീറ്റ് കിട്ടുന്നു. അതുപോലെ കർണാടകത്തിലും സാമാന്യം കഴിഞ്ഞ തവണത്തേലും കുറവാണെങ്കിലും ഭേദപ്പെട്ട നിലയിൽ തന്നെയാണ്. ഇനി സീറ്റ് നേടാനുള്ള അത് ഇപ്പോൾ തമിഴ്നാട് മാത്രമാണ്. തമിഴ്നാട്ടിൽ ഇതിനു മുന്നേ സീറ്റ് കിട്ടിയിട്ടുള്ളതാണ്, കിട്ടാത്ത സ്ഥലമല്ല. പക്ഷെ അതെല്ലാം സഖ്യകക്ഷികളുടെ കൂടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒറ്റയ്ക്ക് നിന്നിട്ട് അവർ 19% വോട്ട് കേരളത്തിൽ പോലും ഇപ്പോൾ താമര വിരിഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ പോലും സൗത്ത് ഇന്ത്യയിൽ ആശാവഹമായ മുന്നേറ്റം തന്നെയാണ്. തീർച്ചയായിട്ടും. പക്ഷേ നമ്മൾ തമിഴ്നാടിൻ്റെ കാര്യം ഒരു പ്രത്യേകമായി തന്നെ പരിഗണിക്കേണ്ടതില്ല. കാരണം ഇപ്പം താങ്കളൊരു IPS ഓഫീസർ ആയിരുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു കരുത്തനായ അല്ലെങ്കിൽ ജനസമ്മതിയുള്ള ഒരു IPS ഓഫീസറെയാണ് അവർ കളത്തിലിറക്കിയത്. കുറേയധികം നാളുകളായി അദ്ദേഹം മികച്ച പ്രവർത്തനങ്ങൾ അവിടെ കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും അങ്ങോട്ട് എന്താ പറയുക ഫലവത്തായില്ല. എന്തുകൊണ്ടായിരിക്കും? അവർ 12 സ്ഥലങ്ങളിൽ സെക്കൻഡ് വന്നു. അതായത് ഒറ്റയ്ക്കാണ്. ഇതുവരെ എല്ലാം സഖ്യകക്ഷികളൊന്നും അതായത് വലിയ സഖ്യകക്ഷികളുടെ ജൂനിയർ പാർട്ണറായിട്ടാണ് മത്സരിക്കാറ്. ഈ തവണ പക്ഷേ മേജർ പാർട്ടിയായിട്ട് ഒറ്റയ്ക്കും കൂടെ ചെറിയ സഖ്യകക്ഷികളും മാത്രമേ ഉള്ളൂ. ചെറിയ കക്ഷികളാണ്. അപ്പോൾ മേജർ പാർട്ടിയായിട്ട് തന്നെയാണ് മത്സരിച്ചത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് 3.5% ഉണ്ടായിരുന്ന അവരുടെ പെർസെൻറ്റേജ് അതിൽ നിന്ന് 12% വരിക എന്ന് പറയുന്നത് നല്ലൊരു വളർച്ചയാണ്. പക്ഷെ അവിടെ ഇനിയും കുറേ കൂടി സമയമെടുക്കും. കാരണം ഈ ദ്രാവിഡ കക്ഷികൾ അവിടെ ഇതുവരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റൂട്ട്സ് അതിൽ പിടിച്ച് കയറിയിട്ട് വേണം അവരെ മനസ്സിലാക്കി കൊണ്ടുവന്നിട്ട് ഇപ്പം പെരിയാറെല്ലാം പറഞ്ഞത് തെറ്റായിരുന്നു എന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ പലതും തെറ്റാണെന്നും
അതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് റീകറക്ഷന് ശേഷമാണ് അവിടുത്തെ ജനസമൂഹം മുഴുവനായിട്ട് അതിലേക്ക് വരാനായിട്ടുള്ള കാര്യം. പിന്നെ അവിടെയും ജാതി രാഷ്ട്രീയമൊക്കെ ഉണ്ട്, ശക്തമാണ്, അതിശക്തമായിട്ടാണ്. ഇപ്പോൾ ഇന്നലെ തന്നെ MK സ്റ്റാലിൻ അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ജാതിവാലികളൊന്നും ഇനി വേണ്ട, അതേപോലെ തന്നെ കയ്യിൽ ചരട് കെട്ടിയ ആൾക്കാർ വേണ്ട. ഇതൊക്കെ പറയുന്നത് ശരിക്കും BJP ഒറ്റപ്പെടുത്തണം എന്നുള്ളൊരു ബോധപൂർവമായ നീക്കമായി കാണാമോ? എന്താണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ കാരണം? അല്ല, തീർച്ചയായിട്ടും അങ്ങനെയുള്ള അങ്ങനെയാണെങ്കിൽ നെറ്റിയിൽ കുരുതൊടാൻ കുരുതൊടാൻ പാടി വേണ്ട എന്ന് പറയുന്നുണ്ട്. ആ സമയം നെറ്റിയിൽ നിസ്കാര തഴമ്പ് വേണം, അത് പറയുന്നില്ലല്ലോ. നിസ്കാര തഴമ്പ് വേണ്ട എന്ന് പറയുന്നില്ല. അപ്പോൾ അത് എന്തിനേറെ ശരിക്കും പറഞ്ഞ ഒരു പേര് പോലും, ആ പേരിൽ പോലും ഇരിപ്പില്ലേ എന്താണ് അയാളുടെ ജാതി എന്നോ അല്ലെങ്കിൽ മതമെന്നോ കൃത്യമായിട്ട് നമുക്ക് ഒരു 99% പറയാൻ പറ്റില്ലേ, വേറെ ഒന്നും ഇല്ലെങ്കിൽ പോലും. മനസ്സിലായി സർ. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ BJPക്ക് ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, അഭിമാനിക്കാൻ അല്ലെങ്കിൽ എടുത്തു പറയാൻ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഇത് കേരളത്തിൽ ആദ്യമായി ഒരു താമര വിരിഞ്ഞിരിക്കുന്നു പാർലമെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ. എങ്ങനെ കാണുന്നു BJPയുടെ കേരള പ്രോസ്പെക്റ്റിലെ ഈ നേട്ടത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇത് നല്ലൊരു സ്റ്റെപ്പാണ്. പക്ഷേ അവർ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം വളരെയധികം വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ അവർക്ക് BJPക്ക് ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ കാൻഡിഡേറ്റ്സിനെ ഏറ്റവും അവസാനം പ്രഖ്യാപിക്കുന്ന ഒരു സ്വഭാവം വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഒരു 2 മാസം മുന്നേ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ ജയിച്ചു പോകാൻ സാധ്യതയുണ്ടായിരുന്നു. കാരണം അത്ര ഒരു 17,000 വോട്ടിൻ്റെ വ്യത്യാസമാണ് ഉണ്ടായിരുന്നത്. ആ 17,000 വോട്ട് തീർച്ചയായിട്ടും വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ പിടിച്ചെടുക്കാനായിട്ട് സാധിക്കുമായിരുന്നു. ഇല്ലെങ്കിൽ തിരുവനന്തപുരം മണ്ഡലത്തിലായിട്ട് 18,000 വോട്ട് പിടിച്ചെടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അത്രയും മുന്നേ തുടങ്ങണമായിരുന്നു. അപ്പം അതുപോലെ സമയം കുറവായിരുന്നു. അതുപോലെ മറ്റൊരു കാര്യമുള്ളത്, പലപ്പോഴും അവർ കാൻഡിഡേറ്റ്സിനെ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ കാൻഡിഡേറ്റും അവർ മത്സരിക്കുന്ന സ്ഥലവുമായിട്ട് വലിയ മുൻബന്ധം ഇല്ലാതെ വരുന്നു. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ തവണ ഞാൻ ആറ്റിങ്ങിൽ കുറേയധികം പ്രചരണം നടത്തിയതാണ്. അന്ന് അവരോട് ഞാൻ പറഞ്ഞിരുന്നു, അത് ഇലക്ഷന് ശേഷം ഒരു 5 വർഷം ഇവിടെ ഒരു ഓഫീസെടുത്ത് താമസിക്കാം, അത് ഇവിടുത്തെ ആൾക്കാരായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ അടുത്ത ഇലക്ഷനിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. പക്ഷെ അവർ ചോദിക്കുന്നത് അത് പാർട്ടി തീരുമാനിക്കണ്ടേ, ഞാനാണ് ഇവിടുത്തെ കാൻഡിഡേറ്റ് എന്ന് അങ്ങനെ നേരത്തെ കൂട്ടി തീരുമാനിച്ചാലല്ലേ അങ്ങനെ ഒരു പ്രവർത്തനം നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവരുടെ ഒരു പോരായ്കയാണ് ഒരാളെ 5 വർഷം നേതൃത്വം ചിന്തിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇവിടെ പാർലമെൻറ്റിൽ മാത്രമല്ല അസംബ്ലികളിലും തീർച്ചയായിട്ടും ജയിക്കാനായിട്ട് കാൻഡിഡേറ്റ്സിന് ജയിച്ചെടുക്കാനായിട്ട് സാധിക്കും. അല്ലാതെ ലാസ്റ്റ് മൊമെൻറ്റിൽ വന്ന് ഒരു കാൻഡിഡേറ്റിനെ പ്രഖ്യാപിക്കുന്നതിലും വളരെ നല്ലതാണ് അവർ അവരെ പ്രവർത്തിക്കാൻ നേരത്തെ അനുവദിക്കുക. അങ്ങനെ ജനങ്ങളുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കി വയ്ക്കുക. ഇപ്പോൾ ഇലക്ഷൻ വരുന്ന സമയത്ത് ഇതാണ് കാൻഡിഡേറ്റ് എന്ന് പറയാതെ, ഇതാ ഞങ്ങളുടെ കാൻഡിഡേറ്റ് നിങ്ങളുടെ കൂടെ കഴിഞ്ഞ് ഇത്രയോ വർഷം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് നല്ല പരിചയമുണ്ട്, ആ ആളുടെ പ്രവർത്തനം വിലയിരുത്തിയിട്ട് നിങ്ങൾ വോട്ട് ചെയ്യാനായിട്ട് പറയാനായിട്ട് എളുപ്പമുണ്ട്. അത് കുറേയിടത്തെങ്കിലും നടപ്പാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും BJPക്ക് നല്ല രീതിയിൽ അസംബ്ലിയിലും സീറ്റ് നേടാൻ സാധിക്കും. മനസ്സിലായി. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ ആദ്യമായി ഒരു താമര വിരിഞ്ഞത് തൃശ്ശൂരാണ്. സുരേഷ് ഗോപി അക്ഷരാർത്ഥത്തിൽ തൃശ്ശൂർ ഇങ്ങെടുത്തു. അതേക്കുറിച്ച് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും വിലയിരുത്തലുകളൊക്കെ വരുന്നുണ്ട്. ചിലർ പറയുന്നു അത് BJPയുടെ അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികളുടെ ഏകോപനം, അല്ലെങ്കിൽ അവർ ഒത്തൊരുമിച്ച് ഒറ്റ കെട്ടായി നിന്ന് പ്രവർത്തിച്ചത് കൊണ്ട് കിട്ടിയ റിസൾട്ടാണെന്ന് ഒരു വിഭാഗം പറയുന്നു. അതേസമയം ചിലർ പറയുന്നു സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്ക് ലഭിച്ച വോട്ടുകളാണ്, അതിനപ്പുറത്തേക്ക് ഒന്നും അവിടെ അവകാശപ്പെടാനില്ല. നാളെ സുരേഷ് ഗോപിക്ക് പകരം മറ്റൊരു കാൻഡിഡേറ്റ് വന്നാൽ ജയിക്കണമെന്നില്ല BJP, അങ്ങനെയും പറയുന്നവരുണ്ട്. അങ്ങേക്ക് എന്ത് തോന്നുന്നു? ഇതിൽ 2 ഭാഗത്തിനും കുറേ ശരികളുണ്ട്. അതായത് സുരേഷ് ഗോപി വ്യക്തിപരമായിട്ട് കുറേ വോട്ടുകൾ അവിടെ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അതേസമയം സംഘത്തിൻ്റെ പ്രവർത്തനം ഏറ്റവും നന്നായിട്ട് നടന്നൊരു സ്ഥലം അവിടെ തൃശ്ശൂരാണ്. കാരണം തൃശ്ശൂർ മണ്ഡലത്തിൽ, ലോക്സഭാ മണ്ഡലത്തിൽ എനിക്ക് തോന്നുന്നു സംഘത്തിൻ്റെ കീഴിൽ തന്നെ വരുന്ന ഏകദേശം 600-ലധികം ക്ഷേത്രങ്ങൾ തന്നെയുണ്ട്. 600-ലധികം ക്ഷേത്രങ്ങൾ തന്നെയുണ്ട്. അത്രയും ബേസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്രയും ബേസിൽ അവർക്ക് അത്രയധികം വർക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ അതിൻ്റെ കൂടെ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളിലെ കുറേ പേരുടെ വോട്ടുകൾ
വന്നിരിക്കുന്നത്. അത് ഒരുപക്ഷെ വ്യക്തിപരമായിട്ടുള്ള വോട്ടുകളും കുറച്ചുണ്ടാകും. ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ക്രൈസ്തവ വിഭാഗം. അല്ല, പിന്നെ വ്യക്തിപരമായിട്ട് കുറച്ച് മുസ്ലിം വോട്ട്സും കാണും, വ്യക്തിപരമായിട്ട് കിട്ടുന്നു. അത് സുരേഷ് ഗോപി എന്ന വ്യക്തിയെ ബാധിക്കുന്നു. മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ കരുവന്നൂർ തട്ടിപ്പൊക്കെ ഈ അടുത്തിടെയാണല്ലോ, തൃശ്ശൂർ ഇലക്ഷന് മുന്നോടിയായിട്ടാണ്. അപ്പോൾ അതിലൊക്കെ സുരേഷ് ഗോപി വളരെ സജീവമായിട്ട് ഇടപെട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രണ്ടിൽ നിന്ന് അദ്ദേഹം നയിക്കുകയായിരുന്നു സമരമൊക്കെ. അത് എത്രത്തോളം ഗുണകരമായിട്ടുണ്ട്? തീർച്ചയായിട്ടും. അത് മാത്രമല്ല, അവിടെ ആ മണ്ഡലത്തിൽ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള എല്ലാ സ്ഥലങ്ങളിലും കഴിഞ്ഞ ഒരു 5 വർഷത്തിലധികമായിട്ട് അദ്ദേഹം ചെയ്തിരുന്ന പല കാര്യങ്ങളും, സ്വന്തം പൈസ ഉപയോഗിച്ച് തന്നെ പലരെയും സഹായിക്കുന്നത്, അവിടെ പ്രോമിസ് കൊടുത്തിരുന്ന പ്രോമിസുകളെല്ലാം നടപ്പാക്കുന്നത്, ഏറ്റവും അർഹതപ്പെട്ട ആൾക്കാർക്ക് സഹായം കിട്ടുന്ന വിധത്തിൽ, അത് പലർക്കും സാധ്യമില്ല. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം സിനിമാ നടനായതുകൊണ്ട് സിനിമാ ഫീൽഡിൽ നിന്ന് കിട്ടുന്ന പൈസയിൽ നിന്ന് നല്ലൊരു ഭാഗം അതിനു വേണ്ടി വിനിയോഗിക്കുകയാണ്. എല്ലാവർക്കും ആ രീതിയിലൊക്കെ ചെയ്യാനായിട്ട് മറ്റ് പല ആൾക്കാർക്കും സാധിക്കണമെന്ന് ഇല്ല. പക്ഷെ അതൊക്കെ ചെയ്തുകൊണ്ട് ഉണ്ടായിരിക്കുന്ന ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ളൊരു ഇമേജ് അദ്ദേഹത്തിനുണ്ട്. തീർച്ചയായിട്ടും അതുമുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ അങ്ങനെ മാത്രം ഇപ്പം സുരേഷ് ഗോപി മാത്രമാണ് അവിടെ നിൽക്കുന്നത്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ എത്ര ജയിക്കില്ലെന്ന് കൃത്യമായിട്ട് പറയും, ജയിക്കില്ല എന്ന്. ഈ ക്രൈസ്തവ സഭകളൊക്കെ BJPയോട് അടുക്കുകയാണ് എന്നൊരു സൂചന, അല്ലെങ്കിൽ ചില വിലയിരുത്തലുകൾ എന്ത് പറയുന്നു? ഇന്ന് ആ തൃശ്ശൂർ മണ്ഡലത്തിൽ പക്ഷേ വോട്ടിങ്ങിൻ്റെ ദിവസം തന്നെ വളരെ വ്യത്യസ്തമായിട്ടൊരു അഭിപ്രായം അവിടെ ക്രൈസ്തവ സഭയുടെ ഔദ്യോഗികമായിട്ടൊരു വക്താവ് പറയുകയുണ്ടായി, നേരെ മറിച്ചുള്ളൊരു ഒപ്പീനിയൻ പറയുകയുണ്ടായി. പക്ഷേ ക്രൈസ്തവരിലൊരു വിഭാഗം നന്നായിട്ട് അടുക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം അവർക്ക് അപകടങ്ങൾ മനസ്സിലാക്കി, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലാകെ നടക്കുന്ന സംഭവങ്ങളെ മുഴുവൻ നോക്കുമ്പോൾ ഫ്രാൻസിലും ഡെൻമാർക്കിലും സ്വീഡനിലും ഇംഗ്ലണ്ടിലും എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് അവർക്ക് അപകടം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആ അപകടത്തിലേക്ക് കേരളവും പോകുന്നതായിട്ട് അവർക്ക് മനസ്സിലാവുന്നതുകൊണ്ടുണ്ടാകുന്ന, അത് നമ്മൾ ഒരുമിച്ച് നിന്നാലേ അതിനെ പ്രതിരോധിക്കാനാകുകയുള്ളൂ എന്നൊരു തോന്നലുണ്ടാകുന്നുണ്ട്. ഒരു ഐക്യബോധം അവരുടെ മനസ്സിൽ തീർച്ചയായിട്ടും. അപ്പോൾ ഈ സഭകളെ ആശ്രയിച്ചുണ്ടാകുന്നില്ലെങ്കിലും നല്ലൊരു ഭാഗം ക്രൈസ്തവരുടെ ഉള്ളിൽ അത് തീർച്ചയായിട്ടും വരുന്നുണ്ടെന്ന് പറയാം. ഈ കേരള സ്റ്റോറി പോലെയുള്ള ചിത്രങ്ങളൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാകാം. തീർച്ചയായിട്ടും. അവരത് വിലയിരുത്തുന്നുണ്ട്. അവരത് വളരെ സപ്പോർട്ടീവായിരുന്നല്ലോ, പലരും അതിനെപ്പറ്റി വളരെ സപ്പോർട്ടീവായിരുന്നു. സഭകളിലൊക്കെ പ്രദർശിപ്പിച്ചു, അങ്ങനെയുണ്ടായിരുന്നു. മനസ്സിലായി. ഇത് തൃശ്ശൂരിലെ കാര്യം ഇങ്ങനെയൊക്കെയാണ്, എല്ലാവരുടെയും ഒരു കൂട്ടായ എഫേർട്ട് എന്നുള്ള രീതിയിൽ പറയാം. തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എഫേർട്ടിനൊന്നും കുറവൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എന്നിട്ടും എവിടെയോ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ എവിടെയൊക്കെ വീഴ്ചകൾ സംഭവിച്ചു. എന്തുകൊണ്ടാണ്? അതെനിക്ക് തോന്നുന്നത് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സമയത്തിൻ്റെ കുറവുകൊണ്ട് എത്തിപ്പെടേണ്ട എല്ലാ സ്ഥലങ്ങളിലും എത്തിപ്പെടാനായിട്ട് പറ്റാത്തതിൻ്റെ ഒരു കാര്യമുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ചില കേന്ദ്രങ്ങളിൽ ലൈക്ക് കോവളം, നെയ്യാറ്റിൻകര, പാറശാല ഇങ്ങനെയുള്ള മണ്ഡലങ്ങളിലുണ്ടാകുന്ന അത് കോൺഗ്രസ്സിന് മാത്രമായിട്ട് വോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, ആര് നിന്നാലും കോൺഗ്രസ്സിൽ നിന്ന് ആര് നിന്നാലും അവർക്ക് മാത്രം വോട്ട് പോകുന്നൊരു പ്രത്യേക സ്വഭാവമുണ്ട്. അപ്പോൾ ആ ഭാഗം വന്നപ്പോഴാണ് വോട്ടിൽ വ്യത്യാസം വന്നത്. തീരദേശത്തെ വോട്ടുകളാണ്. അപ്പോൾ അതിൽ അവരുടെ ഇടയിൽ ഒരു പ്രചരണം നടത്തി മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇനി വിഴിഞ്ഞൊക്കെ കംപ്ലീറ്റ് പൂർണ്ണമായി പ്രവർത്തന സജ്ജമായതിന് ശേഷം അതിൻ്റെ പ്രവർത്തനം എല്ലാം കാണിച്ച് അതിൽ നിന്ന് ബെനിഫിറ്റ്സ് ഉണ്ടായതിന് ശേഷമൊക്കെ കാണിക്കാൻ പറ്റും. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ശ്രീ ജോർജ് കുര്യനൊക്കെ മന്ത്രിയായതുകൊണ്ട് അതിൻ്റെ പേരിൽ ഇപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന പൊഴികളിലൊക്കെ ഉണ്ടാകാൻ പോകുന്ന അപകടങ്ങൾ നിർത്താനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുതലപ്പൊഴിയിലൊക്കെ നിർത്തിയിട്ട് അതിൻ്റെ പേരിൽ ജനങ്ങൾ കാണുകയാണ്, ഇതാണ് ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സ് എന്ന് മനസ്സിലാക്കി വരികയാണെങ്കിൽ അതിൽ വ്യത്യാസം വരും. പക്ഷെ അതിന് സമയമെടുക്കുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഒരു 2 മാസം മുമ്പേ അദ്ദേഹത്തിനെ ഇവിടെ ഒരു കാൻഡിഡേറ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്തെങ്കിലും കുറച്ച് വൈകിപ്പോയി. ശരിക്കും എന്താ പറയുക, തീരദേശത്തെ കാര്യം നമുക്ക് മാറ്റിവെക്കാം. ഈ വോട്ടിംഗ് ശതമാനത്തിൽ ഇപ്രാവശ്യം ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ, പാൻ ഇന്ത്യ ലെവലിൽ തന്നെ വോട്ടിംഗ് ശതമാനം പൊതുവെ കുറവായിരുന്നു. അത് ഏതെങ്കിലും തരത്തിൽ BJPക്ക് ഒരു നെഗറ്റീവ് ഫാക്ടർ ആയതായി എനിക്ക് അത് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് അധികം ബാധിച്ചിട്ടില്ല. മറ്റിടങ്ങളിൽ തീർച്ചയായിട്ടും ബാധിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഒരു അലസത, നമ്മൾ ഏതായാലും ജയിക്കാനുള്ളതാണ്, അതായത് 400 സീറ്റല്ലേ കിട്ടാൻ പോകുന്നത്, അപ്പോൾ അതുകൊണ്ട് ജയിക്കും, പിന്നെ നമ്മളധികം പോയി വോട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു തോന്നൽ കുറേ പേരിൽ ഉണ്ടാക്കാനായിട്ട് അത് ഇടവന്നിട്ടുണ്ട്. അങ്ങനെ ഒരു നിസ്സംഗഭാവം അല്ലെങ്കിൽ അലസത കൊണ്ട്
കുറേ വോട്ട് BJPക്ക് കിട്ടേണ്ടത് പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലായി. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇദ്ദേഹത്തിൻ്റെ BJP കാൻഡിഡേറ്റിൻ്റെ പരാജയത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ന്യൂനപക്ഷം അല്ലെങ്കിൽ നമ്മുടെ തീരദേശ വോട്ടുകളുടെ ആ ഭാഗത്തുണ്ടായ ഒരു പോരായ്മ പറഞ്ഞായിരുന്നു. പക്ഷേ BJPയുടെ ശക്തി കേന്ദ്രം, ആളുകൊണ്ടും അർത്ഥം കൊണ്ടും ശക്തി കേന്ദ്രം എന്ന് പറയാവുന്ന മണ്ഡലങ്ങളാണ് നമ്മുടെ വട്ടിയൂർക്കാവ്, അതുപോലെ തന്നെ നേമം, കഴക്കൂട്ടം. ഇവിടങ്ങളിൽ പോലും BJP കേന്ദ്രങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പരമ്പരാഗതമായി BJPക്ക് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ പൂർണ്ണമായും പോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു വിലയിരുത്തൽ വരുന്നുണ്ട്. ശരിയാണോ? അതിലേക്ക് കാര്യമുണ്ടെന്ന് പറയേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര വോട്ടുകൾ ഇപ്പോൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്നായാലും എല്ലായിടത്തുനിന്നും അവിടുന്ന് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഒരു 10,000 വോട്ട് വീതം അറ്റ്ലീസ്റ്റ് ഈ മണ്ഡലങ്ങളിൽ നിന്ന് കൂടുതൽ പോൾ ചെയ്യേണ്ടതായിരുന്നു. താങ്കൾ നേരത്തെ പറഞ്ഞാൽ ഈ ഓവർ കോൺഫിഡൻസ് തന്നെ ആയിരിക്കും. അല്ല, ഓവർ കോൺഫിഡൻസ് ആണെന്നില്ല, മറ്റേതെങ്കിലും കാര്യങ്ങളുണ്ടാകാം. അതായത് അദ്ദേഹം പുതിയൊരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ഇവിടെ ആർക്കെങ്കിലും അതിന് താല്പര്യം ഉണ്ടായിരുന്നോ, അവർ അതിലെങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളത്, അവരുടെ പ്രവർത്തനത്തിലുണ്ടായിരുന്ന വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളത് നമ്മൾ കുറേ കൂടി തീക്ഷ്ണമായിട്ട് നോക്കി പരിശോധിച്ചാലേ പറയാൻ പറ്റുള്ളൂ. ചില കേന്ദ്രങ്ങളിൽ നിന്ന് പറയുന്നു രാജീവ് ചന്ദ്രശേഖർ മികച്ച കാൻഡിഡേറ്റ് ആണ്, ശശി തരൂരിന് ഇത്രയും നാളൊരു ബദലില്ലായിരുന്നു, ബട്ട് നൗ ഹി ഈസ് ദ റൈറ്റ് പേഴ്സൺ. പക്ഷേ അദ്ദേഹം സംഘ പ്രസ്ഥാനങ്ങളിലൂടെ വന്നൊരു നേതാവല്ല, സോ അതുകൊണ്ട് അദ്ദേഹത്തിന് ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്നൊക്കെ ചിലർ തീരുമാനിച്ചതായി കേൾക്കുന്നു. ശരിയാണോ? അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എങ്ങനെ തോന്നുന്നു? അങ്ങനെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അങ്ങനെ സംഘപ്രസ്ഥാനങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു വരില്ല, അതിന് വരാൻ തീരെ ചാൻസ് ഇല്ല. മനസ്സിലായി. പക്ഷേ അതല്ലാതെ ഇപ്പം ചില ആൾക്കാരുടെ, അതായത് സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുന്ന ചില ആൾക്കാർക്ക് ഉണ്ടായിരുന്ന എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന കുറച്ച് പേര് വോട്ട് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് വോട്ട് ചെയ്യുകയോ ചെയ്താൽ അത് കുറേ സ്വാധീനിക്കാം. അതായത് നമുക്ക് കിട്ടേണ്ട വോട്ട് 10,000, 30,000 വോട്ടെങ്കിലും ഇല്ലാതെ പോയി. അത് അത്രയും കൂടി കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ അത് ഉണ്ടാക്കാനായിട്ട് ഇവിടുത്തെ നേറ്റീവായിട്ടുള്ള ഇവിടെയുള്ള ആൾക്കാരുടെ എഫർട്ട് അത്ര തികഞ്ഞിട്ടില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിന് മനസ്സിലായി. വേണമെങ്കിൽ പറയാം. നമ്മൾ ക്രിസ്തീയ വിഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞു, തീരദേശത്തെ വോട്ടുകളെ കുറിച്ച് പറഞ്ഞു. പ്രബലമായ മറ്റൊരു വിഭാഗമുണ്ട്, മുസ്ലിം വിഭാഗം. തിരുവനന്തപുരത്ത് നിർണായക ശക്തിയാണ് അവർ. കഴിഞ്ഞ കുറേ നാളുകളായി ന്യൂനപക്ഷങ്ങളെ കൂടി, വിശിഷ്യ മുസ്ലിങ്ങളെയും കൂടെ ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ അവരെയും കൂടെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ പോകും എന്നുള്ളൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ആ ഒരു നിലപാട് BJP നേതാക്കൾ പലപ്പോഴും പരസ്യമാക്കാറുണ്ട്. പക്ഷേ ഇന്നും BJPക്ക് മുസ്ലിം വിഭാഗത്തെ കൂടെ നിർത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ? തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ്? കാരണം എന്ന് വെച്ചാൽ അതിൽ ഉണ്ടായിരിക്കുന്ന തീവ്രവാദത്തിൻ്റെ സ്വാധീനം വളരെ കൂടുതലാണ്. അതായത് ഒരു കാലിഫേറ്റ് വേണമെന്നും അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് വേണമെന്നുള്ള ഒരു വാദം അല്ലെങ്കിൽ അതിൽ അങ്ങനെ ഒരു വിശ്വാസം അതിൽ രൂഢമൂലമായിട്ട് വന്നിട്ടുണ്ട്. അതിനുണ്ടാകുന്ന എതിർപ്പുകളും വളരെ കുറവാണെന്നുള്ളതാണ്. അതായത് വിത്തിൻ ദ കമ്മ്യൂണിറ്റി അത് വളരെ കുറവാണ്. നമ്മൾ നോക്കിയാൽ അറിയാം, ജോസഫ് സാറിൻ്റെ കൈവെട്ടിയ കേസിൽ ചിലരൊക്കെ ഇലക്ഷനിൽ നിന്ന് ജയിച്ചിരുന്നു. അപ്പോൾ അവർ തീവ്രവാദികളുടെ മാത്രം വോട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അവർ ജയിക്കുമോ ഇലക്ഷനിൽ? അപ്പോൾ മറ്റൊരു മാസീവായിട്ടുള്ള സപ്പോർട്ട് അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് അതിനൊരു വലിയ കാര്യമാണ്. അതൊരു അംഗീകാരമായി. അതെ. അപ്പോൾ അതുകൊണ്ട് ഈ മുസ്ലിംസിൻ്റെ ഇടയിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഞാനൊക്കെ ചില സ്ഥലത്തെ ബൂത്ത് തലത്തിലുള്ളത് കണ്ടായിരുന്നു. അതായത് ഒരു സ്ഥലത്ത് UP നടക്കുന്ന ഒരു സ്ഥലമാണ് 2552 വോട്ടാണ് ആ ബൂത്തിലുണ്ടായിരുന്നത്. 100% മുസ്ലിം വോട്ടാണ്. ആ 2552 വോട്ടിൽ 552 വീടുകൾ നമ്മുടെ മോഡിയുടെ പുതിയ സ്കീമിൽ വീടുകൾ കിട്ടിയ ആൾക്കാരാണ്. പക്ഷെ ആ ബൂത്തിൽ 0 വോട്ടായിരുന്നു BJPക്ക് ലഭിച്ചത്. അപ്പോൾ അവർക്ക് അപ്പോൾ ഇതേപോലുള്ള സംഭവങ്ങൾ, അവർക്ക് എന്തെല്ലാം ബെനിഫിറ്റ് കിട്ടിയിട്ടും അവരെന്തുകൊണ്ട് ആ ബെനിഫിറ്റുകളൊന്നും കാണാതെ വിധത്തിൽ അതിനെ എതിർത്ത് വോട്ട് ചെയ്യുന്നു എന്നുള്ളത് ഈ പറയുന്ന ആ തീവ്രവാദത്തിൻ്റെ സ്രോതസ്സ് അത്ര രൂക്ഷമായിട്ട് അതിൽ പടർന്നിട്ടുണ്ടെന്നുള്ളതും അത് അവർ ആ തീവ്രവാദത്തിന് അനുസൃതമായിട്ട് നിൽക്കുന്ന കുറേയധികം പേരുണ്ടെന്ന് ഉള്ളതുമാണ് അത് സൂചിപ്പിക്കുന്നത്. താങ്കളുടെ പോയിന്റ് ക്ലിയർ ആണ്. പക്ഷേ അതിനൊരു മറുവശം ചോദിച്ചോളട്ടെ. ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരും ശരാശരി മലയാളികൾ എന്ന് തന്നെ പറയാം, അവർ ഓരോ മാസത്തിൻ്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന സാധാരണക്കാരാണ്. അവർക്ക് ഈ പറയുന്നത് പോലെ തീവ്ര ചിന്താഗതികളൊന്നും ഉണ്ടാകണമെന്നില്ല. പക്ഷേ ഒരു കമ്മ്യൂണിറ്റിയെ ജനറലൈസ് ചെയ്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഇൻഡയറക്റ്റ്ലി അവരുടെ ഇൻറ്റഗ്രിറ്റിയും കൂടെ ചോദ്യചിഹ്നം അല്ലെങ്കിൽ ചോദ്യത്തിലാക്കുകയല്ലേ? നമ്മൾ ഇപ്പോൾ ഈ പാളയം ഇമാം ചെയ്തൊരു പ്രസംഗം കഴിഞ്ഞ ഈദ്ഗാഹ് അതെ
വിവാഹം. അതൊക്കെ നോക്കിയാൽ അറിയാം. അങ്ങനെയൊന്നും പ്രവർത്തിക്കാൻ മറ്റൊരു കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ ഹിന്ദുക്കൾ ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് അവരെല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് അവരോട് ഈ തരത്തിലൊരു പ്രസംഗം നടത്താനായിട്ട് ആരുമില്ല. ഈവൻ ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ പോലും ഈ രീതിയിലൊരു പ്രസംഗം ഉണ്ടാവില്ല. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതിലെ ആണുങ്ങൾ മുഴുവൻ എന്തായാലും അതിൽ ഈ വെള്ളിയാഴ്ചകളിൽ പ്രസൻ്റ് ആയിരിക്കും അവിടെ. അപ്പോൾ അവിടെ നടത്തുന്ന പ്രസംഗവും അതിന് കൊടുക്കുന്ന ഇൻഫ്ലുവൻസും വളരെ മറ്റൊരു കമ്മ്യൂണിറ്റിയും ബാധിക്കാത്ത വിധത്തിൽ ആ കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്നുണ്ടെന്ന ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. അതാണ് ഇതിലുള്ള ഒരു വലിയ മതത്തിന്റെ ക്ലച്ചസ് സമൂഹ അംഗങ്ങളുടെ മേൽ ശക്തമാണ്. അതുകൊണ്ട് അവർക്ക് സ്വാധീനിക്കാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും. പക്ഷെ അപ്പോഴും മത പുരോഹിതന്മാർ എന്ന് പറയുന്നത് വേറൊരു എൻറ്റിറ്റിയാണ്. ഈ തീവ്രവാദ ആശയങ്ങൾ അല്ലെങ്കിൽ തീവ്രവാദ നിലപാടുകൾ മുന്നോട്ട് വയ്ക്കുന്നത് മറ്റൊരു ന്യൂനപക്ഷ വിഭാഗമാണ്. പക്ഷേ ആ ന്യൂനപക്ഷ വിഭാഗത്തെ എതിർക്കാനായിട്ട് ആരും സജ്ജമാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അത് എന്താ പറയുക, അവരുടെ നിലപാടുകൾ യഥേഷ്ടം കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അതല്ലേ നമ്മൾ കാണേണ്ടത്. പല സ്ഥലത്തും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഇതിൽ. ഇപ്പോൾ പഞ്ചാബിൽ നോക്കിയാൽ ഖലിസ്ഥാനിയുടെ അമർദ്പാൽ സിംഗ് ഖലിസ്ഥാനിയാണെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന ആളാണ്. അയാൾ ഇലക്ഷനിൽ ജയിച്ച MP ആകുന്നു. അപ്പോൾ അതുപോലെ ഇപ്പോൾ ജമ്മു കാശ്മീരിലെ ഒരാൾ UAPയിൽ കിടക്കുന്ന ആളാണ്, അയാൾ ജയിക്കുന്നു. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇതേപോലെയുള്ള ഒരു പ്രത്യേകത, ദേശവിരുദ്ധ നിലപാടുകൾ കൈക്കൊണ്ടാലും അവരെ ജനം സ്വീകരിക്കും. അതായത് രാജ്യവ്യാപകമായിട്ടല്ല, പക്ഷേ ഒരു ചെറിയ സംസ്ഥാനത്തിലോ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിനുള്ളിൽ ചെറിയ സ്ഥലങ്ങളിലും ജില്ലകളിലോ ഒക്കെ അവർക്ക് സ്വാധീന മേഖലകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ ദോഷകരമായി മാറുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് അവരെ വളരെ സഹായിക്കുന്നുണ്ട്. പൊതുവായിട്ടുള്ള ഭാരതീയമായിട്ടുള്ള ദേശീയതയെ അത് വളരെ എതിരായിട്ട് ബാധിക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ BJP മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒരു അജണ്ടയാണ്, അതായത് ദേശവിരുദ്ധ ശക്തികൾക്കെതിരായ സന്ധിയില്ലാ സമരം. ശരിക്കും ഈ ദേശവിരുദ്ധ ശക്തികൾ എന്ന് ഒരു ഭാഗത്ത് ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ, താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ സിഖ് തീവ്രവാദം അതിരൂക്ഷമാണ്, അല്ലെങ്കിൽ അത് രാജ്യത്തിന് ഭീഷണിയാണ്. അത്തരത്തിലുള്ള വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ അതെല്ലാം തന്നെയും ഒരു മുസ്ലിം വേട്ട അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധത എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കപ്പെടുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതായത് നമ്മുടെ നെറേറ്റീവ്സ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യപ്പെടാനായിട്ട് വിദേശ ശക്തികളുടെ സഹായത്തോടുകൂടി വളരെ ശക്തമായിട്ട് വളരെയധികം വർഷങ്ങളായിട്ട്, ഒരുപക്ഷെ ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ മുതൽ അവർ പ്രവർത്തിക്കുന്ന ഒരു ഘടനയുണ്ട്. അതിന് വിദേശ ശക്തികൾ, ഇൻഡിവിജ്വൽസും ഉണ്ട്, രാഷ്ട്രങ്ങളുണ്ട്, സംഘടനകളുണ്ട്. അങ്ങനെയുള്ള വളരെയധികം പണമൊഴുക്കി അതിൻ്റെ ഒരു നെറേറ്റീവ്സ് ഉണ്ടാക്കി എന്ത് നെറേറ്റീവ്സും ആ രീതിയിലാക്കിയെടുക്കുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഇതിനൊക്കെ പോകുന്നത്. അപ്പോൾ അതല്ലെങ്കിൽ ഇപ്പോൾ അരുന്ധതി റോയുടെ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞാൽ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല, ഇന്ത്യ കാശ്മീരിൻ്റെയും ഒന്നുമല്ലായിരുന്നു എന്നൊക്കെ പ്രത്യേകം പറയുകയും ഇന്ത്യയിൽ താമസിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞാൽ മറ്റൊരു രാഷ്ട്രത്തിൽ സാധിക്കും. മറ്റൊരു സ്വതന്ത്ര രാഷ്ട്രത്തിൽ പോലും, ഇപ്പോൾ അമേരിക്കയിൽ പോലും പോയി എന്നിട്ട് അവർക്ക് പറയാൻ പറ്റുമോ അലസ്ക അമേരിക്കയുടെ ഭാഗമല്ല, അലസ്ക വിട്ടുകൊടുക്കണം, സ്വതന്ത്ര രാഷ്ട്രമാക്കണം. ഇതുപോലെ എല്ലാ രാജ്യങ്ങളിലും ഇതേപോലെ ഏതെങ്കിലുമൊക്കെ ചെറിയ ഇപ്പോൾ വിവിധ ശബ്ദങ്ങളുണ്ടാവും. കാറ്റലോണിയൻകാർ ഇപ്പോൾ സ്പെയിനിലുണ്ടാകും. അപ്പോൾ അവർ അങ്ങനെയുള്ള ചെറിയ വിഘടനവാദികളെ സപ്പോർട്ട് ചെയ്ത് പറയാൻ പറ്റുമോ? അത് പ്രത്യേകിച്ച് നിയമത്തിന് എതിരായിട്ടിരിക്കുമ്പോൾ. അത് കഴിഞ്ഞിട്ട് എല്ലാ സർവ്വസ്വാതന്ത്ര്യങ്ങളോടുകൂടി അവർക്കവിടെ അവരുടെ ആ പ്രവർത്തനം തുടരാൻ സാധിക്കുന്നു. ഇന്ത്യയിൽ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഈ പരിമിതിയില്ലാത്ത എല്ലാ അളവിലും ഇത്തരം കാര്യങ്ങൾക്കും വേണ്ടി ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് ഇന്ത്യയിൽ കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യം പലപ്പോഴും ആ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം കൂടി കിട്ടുകയാണ് അതിൽ. അതായത് നമുക്കെല്ലാം ഈ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ നമ്മൾ പുതിയൊരു ഭരണ സംവിധാനത്തിലേക്ക് വന്നാൽ ഈ സ്വാതന്ത്ര്യങ്ങളെല്ലാം നഷ്ടപ്പെടും. ആ ഒരു ഘടനയിലേക്ക് അതുപോലെ ഇന്ത്യ വിഘടിപ്പിക്കാനായിട്ട്, ഇന്ത്യ 16 രാജ്യങ്ങളുടെ ഘടകങ്ങളാണ്, അത് 16 രാജ്യങ്ങളാണ്, ഒറ്റ രാജ്യമല്ല. അതല്ലെങ്കിൽ ഇന്ത്യ വിഘടിപ്പിച്ച് പോകണം. ഇന്ത്യയിൽ ഭാഷാപരമായിട്ടും മതപരമായിട്ടും ജാതിപരമായിട്ടെല്ലാം വിഘടിച്ച് പോകണം എന്നൊക്കെ പറയുന്നവർക്ക് ആ രീതിയിലുള്ള ചിന്ത ആഴത്തിൽ കൊണ്ടുവരാനായിട്ട് വിദേശ ശക്തികളുടെ സഹായത്തോടു കൂടി വളരെയധികം വർഷങ്ങളായിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോഴും ശക്തമായിട്ട് തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഈ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സിനാരിയോ എങ്ങനെ ടാക്കിൾ ചെയ്യാൻ സാധിക്കും?
അങ്ങനെ അതിനെ ടാക്കിൾ ചെയ്യുകയാണെങ്കിൽ 2-3 വശത്തു കൂടിയേ ടാക്കിൾ ചെയ്യാൻ സാധിക്കുള്ളൂ. ഒന്ന് ജനങ്ങൾക്ക് പലർക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ നിത്യജീവിതവും തൊഴിലും അതുപോലെയുള്ള ആസ്പത്രി സൗകര്യം, വീട്, ഇതുപോലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ആദ്യം നമ്മൾ കുറേ കൂടി ഇപ്പോൾ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിലേക്ക് ഒന്ന് കൊണ്ടുവരിക. രണ്ടാമത്, ഈ മേഖലകളിൽ ഇപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സമ്പ്രദായങ്ങൾ തന്നെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ നമ്മളെ തെറ്റായിട്ട് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. നമ്മളെ ചരിത്രത്തിൽ ശിവജിയെക്കുറിച്ചോ അതല്ലെങ്കിൽ അതുപോലെ ഇന്ത്യയിൽ നിന്നുള്ള മഹാന്മാരെ കുറിച്ചോ കാര്യമായിട്ടൊന്നും പഠിപ്പിച്ചിരുന്നില്ല. ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ തന്നെ നോക്കിയാൽ അറിയാം. വെസ്റ്റ് ബംഗാളിൽ ഇന്ത്യയിലുണ്ടായിരുന്ന ഏറ്റവും വലിയ അന്താരാഷ്ട്ര തലത്തിലുള്ള ആൾക്കാർ മുഴുവൻ ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ വന്നിരുന്നത് ബംഗാളിൽ നിന്നായിരുന്നു. പക്ഷെ ഇപ്പോഴേ എന്താണെന്ന് നോക്കൂ, ഇപ്പോൾ അവിടെ നിന്ന് ആരെയും അങ്ങനെ കാണുന്നില്ല. ഇപ്പോൾ അവിടെ നിന്ന് വന്നിരുന്ന എത്രയോ അധികം മഹാരഥന്മാരുണ്ടായിരുന്നു. ആ മഹാരഥന്മാരൊക്കെ ഉന്നത നിലവാരം പുലർത്തിയവരൊക്കെ അവിടെ നിന്ന് വന്നവരാണ്. ഇപ്പോഴവിടെ നിന്ന് ആരും കാണുന്നില്ല. കാരണം 34 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണം കൊണ്ട് അതെല്ലാം ഇല്ലാതാക്കി. കാരണം അവരൊന്നും അവരെക്കുറിച്ച് പഠിച്ചില്ല. അവരെക്കുറിച്ച് പഠിക്കുകയും അവരെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുകയോ ഒന്നും ചെയ്തില്ല. അപ്പോൾ അങ്ങനെ അവരില്ലാതായി. ഇപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് ബംഗാൾ താന്നു വീണു പോയി. ഇനി അതിൽ നിന്ന് പിടിച്ച് ഉയർന്നു വരണം, എന്നാലേ സാധിക്കുള്ളൂ. ആളില്ലായിട്ടല്ല, പക്ഷെ അത്തരം ഒരു ഘടനയിൽ നിന്ന് അവരെ അടർത്തിയെടുത്ത് മാറ്റിയെടുത്ത് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത്. കാലക്രമേണ മാത്രമേ ഒരു മാറ്റം സാധ്യമാകൂ. അതിന് സമയമെടുക്കാതെ പെട്ടെന്ന് ഒരു മാറ്റം സാധ്യമാവാൻ എളുപ്പമല്ല. ഓക്കെ, നമുക്ക് കേരളത്തിലെ ഒരു സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങളെ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കില്ല. അതേസമയം BJP ഇപ്പോൾ 20% വോട്ട് നേടിയിരിക്കുന്നു. ഇനി വരുന്ന 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് കേരളത്തിൻ്റെ അധികാര പിടിക്കും എന്നുള്ള രീതിയിലാണ് BJPയുടെ ഒരു നെറേറ്റീവ്, അല്ലെങ്കിൽ അവരതാണ് ലക്ഷ്യമിടുന്നത്. ന്യൂനപക്ഷങ്ങൾ ഇങ്ങനെ ഒരു വിഭാഗത്ത് മാറി നിൽക്കുമ്പോൾ, എസ്പെഷ്യലി മുസ്ലിം കമ്മ്യൂണിറ്റി മാറി നിൽക്കുമ്പോൾ BJPക്ക് കേരളത്തിൽ വളരുവാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? അല്ല, ന്യൂനപക്ഷങ്ങളിൽ ഇപ്പോൾ മുസ്ലിംസിലും കുറച്ച് വളരെ ചെറിയൊരു വിഭാഗം BJPയുടെ കൂടെ വരുന്നുണ്ട്. വളരെ ചെറിയൊരു വിഭാഗമാണെങ്കിൽ അവർ വരുന്നുണ്ട്. 1% 2% പറയാവുന്ന വിധത്തിലൊരു പെർസെൻറ്റേജ് കാര്യങ്ങൾ മനസ്സിലാക്കി ഇതാണ് ശരി എന്നൊന്നും മനസ്സിലാക്കി വരുന്നുണ്ട്. അപ്പോൾ അത്തരം ആൾക്കാരുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കണം. അപ്പോൾ അതാണ് ആ വിഭാഗത്തിലേക്ക് 5% 10% വിഭാഗത്തിൻ്റെ ഇടയിൽ ആ സ്വാധീനം ചെലുത്തി വരാനായിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാകും. രണ്ടാമത്, ക്രിസ്ത്യൻ മേഖലകളിൽ കുറച്ചുകൂടി അവർക്ക് ഇപ്പോൾ ഉള്ള ആ യോജിക്കാനുള്ള ആറ്റ്മോസ്ഫിയർ കുറച്ചുകൂടി ബെറ്ററാക്കി കൊണ്ടുവരുന്ന വിധത്തിലുള്ള പ്രവർത്തനം ഉണ്ടാകണം. പിന്നെ ഇവർക്കൊന്നും ഒരു ഭീഷണിയല്ല ഈ BJPയുടെ വളർച്ച എന്ന് കൃത്യമായിട്ട് ഇപ്പോൾ 10 വർഷത്തെ ഭരണം കൊണ്ട് തന്നെ അവർക്ക് ഏകദേശം മനസ്സിലായി കാണും. ഇപ്പോൾ ഇലക്ഷന് ശേഷമെങ്കിലും ഇവിടുത്തെ പല ഭരണകൂടങ്ങൾ പല സഭകളും പ്രഖ്യാപിച്ചല്ലോ, മണിപ്പൂരുണ്ടായത് ഒരു ഗോത്രവർഗ പ്രശ്നമാണ്, അല്ലാതെ അത് ജാതീയ മതപരമായിട്ടൊരു പ്രശ്നമല്ല എന്ന് അതിന് ശേഷം അവർ പ്രഖ്യാപിച്ചു. അപ്പോൾ അതേപോലെ ഒരു പ്രഖ്യാപനം നടത്താനായിട്ട് അവർക്ക് അതിന് ഇപ്പോൾ സാധിച്ചെങ്കിൽ അത് ഇവരെ കുറഞ്ഞ മനസ്സിലാക്കണം. ഇത് ഉണ്ടാകുന്ന പ്രശ്നം BJP ഉണ്ടാക്കുന്നതല്ല, അതല്ലെങ്കിൽ BJPയുടെ ഭരണത്തിൽ നിന്ന് വരുന്നതല്ല. അത് വംശീയമായിട്ട് അല്ലെങ്കിൽ ഗോത്രപരമായിട്ട് വളരെയധികം നൂറ്റാണ്ടുകളായിട്ട് കിടക്കുന്ന ഒരു പ്രശ്നത്തിൻ്റെ പെട്ടെന്ന് ഒരു ഹൈക്കോടതി ഉത്തരവ് മുതൽ അതിൻ്റെ ഇതിൽ വന്നതാണ്. അത്തരം കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കണം. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഇടയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് അതിനൊരു വലിയ ഇതാണ് ജോർജ് കുര്യനെ പോലുള്ള ഒരാളെ മന്ത്രിയാക്കുക എന്ന് പറയുന്നത്. നല്ലൊരു തീരുമാനമാണ്. അത് ന്യൂനപക്ഷ മന്ത്രാലയമുണ്ട്, ഫിഷറീസൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള മേഖലകളിലേക്ക് പ്രത്യേകിച്ച് അതിനുള്ള സഹായം ചെയ്തു കൊടുക്കാൻ സാധിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ, പിന്നെ ഹിന്ദുക്കളുടെ ഇടയിൽ തന്നെ BJPക്ക് ഇനിയും കടന്നു പോകാനായിട്ട് വളരെയധികം മേഖലകൾ ബാക്കിയുണ്ട്, സ്പേസ് ഉണ്ട്, വളരെയധികം സ്പേസ് ബാക്കിയുണ്ട്. കാരണം ഇപ്പോൾ ഒരു 20% വോട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി തന്നെ എടുത്താൽ 25% 26% വരുന്ന കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൻ്റെ വോട്ട് പോലും ആയിട്ടില്ലല്ലോ. അപ്പോൾ 54% വരുന്ന കമ്മ്യൂണിറ്റിയിൽ അതിൽ 20% വോട്ടല്ലേ വന്നിട്ടുള്ളൂ. ഇനിയും BJPക്ക് കേരളത്തിൽ സ്പേസ് ഉണ്ട്, വളരെയധികം സ്പേസ് ഉണ്ട്, വളരെയധികം സാധ്യതകളുണ്ട്, വളരെയധികം എഫേർട്ട് എടുക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഈ വാദം അംഗീകരിക്കുന്നു. അതേസമയം താങ്കൾ തന്നെ കുറച്ച് നാൾ മുന്നേ ഉള്ള ഒരു സംഭാഷണത്തിനിടയിൽ താങ്കൾ ഒരിക്കൽ പറയുകയുണ്ടായി, BJPയുടെ ഇപ്പോഴുള്ള സംസ്ഥാന നേതൃത്വത്തിൻ്റെ പോക്ക് എത്രത്തോളം ശുഭകരമാണ് അല്ലെങ്കിൽ ആശാസ്യമാണെന്നുള്ള കാര്യത്തിൽ താങ്കൾക്കൊരു സംശയം അന്ന് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇത്രയധികം നേട്ടങ്ങളുണ്ടായി, എന്നിരുന്നാൽ പോലും
ഇനിയൊരു മാറ്റം BJP സംസ്ഥാന നേതൃത്വത്തിന് ആവശ്യമുണ്ടോ? ഞാൻ അതേപ്പറ്റി പറയുന്നത് ശരിയല്ല. കാരണം ഞാൻ ഒരു BJP മെമ്പറല്ല. അപ്പം ഞാൻ പുറത്തു നിന്ന് പറയുന്ന ഒരാളാണ്. അപ്പം അതിൻ്റെ ആ ഉള്ളിലെ കാര്യങ്ങളിൽ ഞാനത് അഭിപ്രായം പറയാൻ ആളല്ല. അഭിപ്രായം പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ. പക്ഷെ പല ആൾക്കാരും ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിന് ശേഷം അതിപ്പോൾ പാർട്ടി പ്രവർത്തകരായിട്ടുള്ളവരും അല്ലാത്തവരും ഒക്കെ പലവിധ പുതിയ നേതൃത്വത്തിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്നു. ഇന്ന ആൾ വരണം, ഇന്ന ആൾ വരാതിരിക്കണം, ഇന്ന ആളെ മാറ്റണം, അങ്ങനെയൊക്കെ പലവിധ കമൻറ്റുകൾ വരുന്നുണ്ട്. അതൊരു പബ്ലിക്കിൻ്റെ ഒരു ജനറൽ പ്രോസ്പെക്റ്റീവ് തോട്ട് പ്രോസസ് ആണെന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങ് ഇതൊക്കെ കാണുന്നുണ്ടായിരിക്കുമല്ലോ. ആ ഒരു വിഷയത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ല, അങ്ങനെയുണ്ട്. എനിക്ക് തോന്നുന്നു അത് അവർ തന്നെ കുറച്ചുകൂടി, പ്രത്യേകിച്ച് അവരുടെ കേന്ദ്ര സംഘങ്ങൾ, പ്രത്യേകിച്ച് RSSൻ്റെ ആൾക്കാരെല്ലാം പഠിച്ച് അതിനൊരു തീരുമാനം എടുക്കേണ്ടതാണ്. കാരണം അവർക്ക് മനസ്സിലാകണം എവിടെയാണ് ഇനി നന്നാക്കാനുള്ളത്, എവിടെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ രാജീവ് ചന്ദ്രശേഖറിന് എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് ഈ 3 മണ്ഡലങ്ങളിൽ കുറച്ചുകൂടി വോട്ട് കിട്ടാതെ പോയി, കുറച്ചുകൂടി വോട്ട് കിട്ടേണ്ടതായിരുന്നു. അതിനൊക്കെ ഒരു പഠനം നടത്തുകയാണെങ്കിൽ മനസ്സിലാകും തീർച്ചയായിട്ടും എവിടെയാണ് ആ പ്രശ്നം കിടക്കുന്നത്, ആ പ്രശ്നം എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെ അവരൊരു പഠനം നടത്തിയിട്ട്, അതിനുള്ളിൽ നിൽക്കുന്നവരൊരു പഠനം നടത്തിയിട്ട് അതിനനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുകയാണ് വേണ്ടത്. നിലവിലെ ഇലക്ഷൻ റിസൾട്ടിലോട്ട് ഒന്ന് കണ്ണോടിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് കേരളത്തിൽ ഒരു സീറ്റിൽ BJP വിജയിച്ചു. 11ഓളം മണ്ഡലങ്ങളിൽ, നിയമസഭാ മണ്ഡലങ്ങളിൽ അവർ മുന്നേറി ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അത് പല പാർട്ടി ഗ്രാമങ്ങളിൽ പോലും അതിശക്തമായ, അല്ലെങ്കിൽ പാർട്ടിയുടെ സംഘടിത കേന്ദ്രങ്ങളിൽ പോലും അതിശക്തമായ മുന്നേറ്റം BJP നടത്തിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് എന്തായിരിക്കും BJPയുടെ ഒരു സ്ട്രാറ്റജി കേരളത്തിൽ മുന്നേറാൻ? അങ്ങേക്ക് എന്താ തോന്നുന്നത്? അങ്ങ് അതിൻ്റെ വക്താവല്ല, എന്നിരുന്നാലും ചോദിക്കുകയാണ്. അല്ല, എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് അവരുടെ ഫീൽഡിലെ വർക്ക് കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്യണം. അതായത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീംസ് ഉണ്ട്, അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സ്കീംസും ഉണ്ട്. പക്ഷെ പ്രധാനമായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീംസ് അവർ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസി വൈസ് ടീംസിനെ എടുത്തിട്ട്, യുവാക്കളെ എടുത്തിട്ട് അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇതാണ് സ്കീംസ്. അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ മുതൽ അതിൻ്റെ അവസാനം അതിൻ്റെ ഒരു റിസൾട്ട്, ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. ആ ടീംസ് അത് പോയിട്ട് താഴെ തലങ്ങളിൽ ആ ബൂത്ത് ലെവലിൽ പോയിട്ട്, ഒരാൾക്കൊരു വീടില്ല, അപ്പോൾ ആ വീട് കിട്ടാനുള്ള പ്രവർത്തനം എന്നതായിരുന്നു. അല്ലെങ്കിൽ ഒരാൾക്കൊരു പ്രോജക്റ്റിനാണോ, ഒരു സ്കീം വേണം, മുദ്രാ ലോൺ കിട്ടണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോൺ കിട്ടണം, അങ്ങനെയുള്ള സമയങ്ങളിൽ ആ സ്കീം കംപ്ലീറ്റ് ആയിട്ട് നടപ്പാക്കി കൊടുക്കണം. അപ്പോൾ ഇത് നടപ്പാക്കി കൊടുക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കും, ഈ കുട്ടികൾ ഇത്ര രീതിയിൽ നല്ലൊരു എഫർട്ട് എടുക്കുന്നുണ്ട്, അതുകൊണ്ട് ജീവിതത്തിന് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെന്ന്. അതൊരു പോസിറ്റീവ് മൂവ്. ആ പോസിറ്റീവ് മൂവ് അവർ എല്ലായിടത്തും എടുക്കുകയാണ് ഒന്നാമത്തെ കാര്യം വേണ്ടത്. രണ്ടാമത്തെ കാര്യം, അവർ ഈ പ്രചരണങ്ങൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു നെറേറ്റീവ് സൃഷ്ടിക്കുന്നത്. ഇപ്പം കേരള മീഡിയ ഒരു 95% ഒരു BJP നെഗറ്റീവാണുള്ളത്. എവിടെ എങ്ങനെയാണ് കുറ്റം കണ്ടെത്തുക എന്ന് മാത്രം നോക്കുന്ന ഒരു നെഗറ്റീവാണുള്ളത്. അതായത് ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിനും കൗതുകം എന്ന് പറയുന്നത് പോലെ ഒരു നെഗറ്റീവാണ് മലയാളം മീഡിയയിൽ ഉള്ളത്. അപ്പോൾ ആ മീഡിയനെ ഓവർകം ചെയ്യുന്ന വിധത്തിൽ സോഷ്യൽ മീഡിയ വഴിയും നേരിട്ടുള്ള സമ്പർക്കം വഴിയും ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കണം. അതായത് ഇതങ്ങനെയല്ല, ഈ പറയുന്നത് ഒരു തെറ്റായ നെഗറ്റീവാണ്. ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കണം. അങ്ങനെ സംഘടിതമായൊരു സ്ട്രാറ്റജിക്കൽ മൂവിലൂടെ 2026 അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഭരണം പിടിക്കാം. തീർച്ചയായിട്ടും BJPക്ക് പോസിബിളാണ്. അവസാനമായി ഒരൊറ്റ ചോദ്യം. തൃശ്ശൂർ BJP ജയിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഓൾമോസ്റ്റ് ഈക്വൽ ടു ജയം എന്ന് വേണമെങ്കിൽ നമുക്ക് അവകാശപ്പെടാം. ആറ്റിങ്ങൽ, ആലപ്പുഴ രണ്ടിടത്തും അതിശക്തമായ ഒരു മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. ആറ്റിങ്ങൽ തിരുവനന്തപുരം പോലെ തന്നെയാണ്, 17,000 വോട്ടിൻ്റെ വ്യത്യാസമുള്ളൂ. അതെ. അടുത്തൊരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ BJPയുടെ പ്രോബബിൾ മണ്ഡലങ്ങൾ അങ്ങയുടെ കാഴ്ചപ്പാടിൽ ഏതൊക്കെയാണ്? പാർലമെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂവിലാണ്. പാർലമെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, ആലപ്പുഴ, ആക്ച്വലി കൊല്ലം എടുക്കാവുന്നതാണ്, തൃശ്ശൂർ, പാലക്കാട്, അതുപോലെ ഇവൺ മാവേലിക്കര നല്ല സ്ഥാനാർത്ഥികളെ വെക്കുകയാണെങ്കിൽ. മാവേലിക്കര അങ്ങനെ ഒരു സ്പേസ് ഉള്ളതാണ്. കാരണം അതൊരു റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസി ആണെന്നുള്ളൂ. പക്ഷെ അവിടെ നല്ലൊരു കാൻഡിഡേറ്റിനെ ഇതേപോലെ ഒരു 5 വർഷം മുന്നേ വളർത്തിയെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മനസ്സിലായി. അതുപോലെ പിന്നെ വടകര BJPക്ക് വേരോട്ടം
ഉണ്ടാക്കാവുന്ന സ്ഥലമാണ്. ഓക്കെ, ഇതൊക്കെ പ്രതീക്ഷകളാണ് അങ്ങ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് സ്പെസിഫിക് ഉറപ്പായിട്ടും ഇങ്ങ് പോരും. ഇപ്പൊ തൃശ്ശൂര് സുരേഷ് ഗോപി ഇങ്ങ് എടുത്തു എന്ന് പറയുന്നത് പോലെ എടുക്കാം എന്ന് ഉറപ്പിച്ച് പറയാവുന്ന ഏകദേശം അങ്ങനെ കൂടുതലായിട്ട് ഈ പറയാവുന്ന സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് തിരുവനന്തപുരം, ആറ്റിങ്ങൽ, ആലപ്പുഴ, പത്തനംതിട്ട, തൃശ്ശൂർ, പാലക്കാട്. മനസ്സിലായി, പോയിന്റ് ക്ലിയർ ആണ്. ഡോക്ടർ ടി പി സെൻകുമാറുമായിട്ടുള്ള സംഭാഷണം ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത അധ്യായത്തിൽ വീണ്ടും തുടരുന്നതായിരിക്കും. നന്ദി.